السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين. واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها عدل ولا تنفعها شفاعة ولا هم ينصرون. ഇന്നലെ നാം ഇവിടെ ഓതിവെച്ച 2 ആയത്തുകൾ, അതിലടങ്ങിയ പാരായണ നിയമങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ചെറിയ വിശദീകരണങ്ങളുമൊക്കെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലടങ്ങിയ വ്യാകരണ നിയമങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യാനുള്ളത്. ഈ 2 ആയത്തുകളും പൊതുവിൽ ഇത് നേരത്തെ വിശദീകരിക്കപ്പെട്ടതാണ്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ 2 ആയത്തുകളിലൂടെ ഇതിനു മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ അത് വിശദീകരിക്കണം എന്ന് തോന്നുന്നില്ല. ആ വിശദീകരണങ്ങൾ നേരത്തെ ഉള്ളത് കേട്ടാലും അത് മനസ്സിലാകുന്നതാണ്. എന്നിരുന്നാലും ഒന്ന് പറഞ്ഞു പോവുകയാണ്. യാ ബനി ഇസ്രാഈല, യാ ബനി ഇസ്രാഈല, ഇസ്രായേൽ സന്തതികളെ. യാ ബനി ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികൾ. ബനി ഇസ്രായേൽ അല്ലെങ്കിൽ ബനു ഇസ്രായേൽ എന്ന് പറയുന്നത് നേരത്തെ യാ ബനി ഇസ്രായേൽ, യാ എന്താണത്? ഹർഫ്. എന്ത് ഹർഫാണ്? യാ എന്നത് ഹർഫ് നിദാ ആണ്. ഹർഫ് നിദാ, നിദാന് വേണ്ടി, വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹർഫാണ് യാ എന്ന്. യാ ബനി ഇസ്രായേല, ബനി, ബനി എന്ന വാക്ക് ഇബ്നുൻ, അതിന്റെ ബഹുവചനമാണ് ബനൂൻ. ലബ്നാ എന്നും പറയും. ഒരു ബഹുവചനമാണ് ബനൂൻ. ബനു ഇസ്രായേൽ എന്ന് പറയാനുള്ള കാരണം ഇസ്രായേലിന്റെ മക്കൾ ബനൂനും ഇസ്രായേൽ 2 വാക്കുകൾ ചേർന്ന് വരുന്നു. അപ്പൊ ആദ്യത്തേത് മുദാഫാകുന്നു, രണ്ടാമത്തേത് മുദാഫ് ഇലൈഹി ആകുന്നു. മുദാഫിന്റെ നിയമം, അതിലടങ്ങിയ തൻവീന്, അതുപോലെ തന്നെ പിന്നെ ജംഅനും അതുപോലെ മുസന്നക്കും ഒക്കെ ഉപയോഗിക്കുന്ന നൂനുകൾ
അതെല്ലാം ഹദഫ് ചെയ്യപ്പെടും. ഇപ്പൊ ബനൂന എന്നത് ബനൂനുൻ എന്നത് ബനു എന്നായി ചുരുങ്ങും. ബനു ഇസ്രായേൽ. മുദാഫ് ഇലൈഹി മജ്റൂറായിട്ടാണ് വരിക. ഇവിടെ ജറ് ചെയ്യപ്പെടുന്നത് ഫതഹ് നൽകിക്കൊണ്ടാണ്. ബനു ഇസ്രായേൽ ബനു ഇസ്രായേല എന്നാണ് വരിക. ഇവിടെ യാ വന്നത് കൊണ്ട് അതിനു മുമ്പിൽ യാ വന്നു. യാ ഹർഫ് നിദാ ആണ്. യാക്ക് ശേഷം വരുന്ന ബനു എന്നത് മുനാദ ആയി മാറുന്നു. മുനാദ വിളിക്കപ്പെടുന്നത്. ആരെയാണ് വിളിക്കുന്നത്? വിളിക്കപ്പെടുന്നത്. മുനാദ എന്താണ്? മൻസൂബ. മുനാദ മൻസൂബ. അതുകൊണ്ടാണ് ബനി എന്നായി മാറുന്നത്. അപ്പോ ബനൂന എന്നത് ബനീന. അത് നസ്ബ് ചെയ്യപ്പെടുമ്പോൾ ബനൂന ബനൂനുൻ എന്നത് ബനീൻ. അത് ബനി ഇസ്രായേൽ എന്നായി മാറും. അപ്പോ നമുക്ക് ബനി എന്ന് പറയുന്നത് മുനാദ മൻസൂബാണ്. ഇസ്രായേൽ എന്ന് പറയുന്നത് മുളാഫ് ഇലൈഹി മജ്റൂറാണ്. യാ ബനി ഇസ്രായേല, ഇസ്രായേൽ സന്തതികളെ. ഇസ്രായേൽ എന്ന് പറയുന്നത് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മറ്റൊരു പേരാണ്. അപ്പോൾ യാക്കൂബ് നബിയുടെ മക്കളെ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യാ ബനി ഇസ്രായേല ഉദ്കുറു, ഉദ്കുറു നിങ്ങൾ സ്മരിക്കുക, നിങ്ങൾ സ്മരിക്കുക. ദക്കറ സ്മരിച്ചു, യദ്കുറു സ്മരിക്കുന്നു, ദക്കറ യദ്കുർ. അപ്പൊ അതിന്റെ കൽപ്പന വരുന്നത് എങ്ങനെയാണ്? ഫിഅൽ അംർ ഉണ്ടാവുന്നത് മുളാറഅത്തിന്റെ അക്ഷരത്തിന് പകരം ഇവിടെ ഹംസ വരുന്നു, അല്ലെ? അലിഫ്. എന്നിട്ട് യദ്കുറു അവസാനത്തതിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരമായ അക്ഷരം, ഇവിടെ ഇപ്പൊ കാഫാണുള്ള അവസാനത്തേന് തൊട്ട് മുമ്പുള്ള അക്ഷരം, അതിന് ലൊമ്മാണെങ്കിൽ ആദ്യം കൊടുക്കുന്ന അലിഫിന് ലൊമ്മ് കൊടുക്കുക. എന്നിട്ട് അവസാനത്തെ അക്ഷരം സുക്കൂനാക്കി മാറ്റുക. യദ്കുറു ഉദ്കുർ, ഉദ്കുർ എന്നാണ്. എന്താണ് ഉദ്കുർ? അപ്പോ നിങ്ങൾ സ്മരിക്കുക. അത് ബഹുവചന രൂപത്തിൽ വരുമ്പോൾ ഉദ്കുർ, ഉദ്കുറ, ഉദ്കുറു എന്നാണ്. ഉദ്കുറു എന്നാണ്. നിങ്ങൾ സ്മരിക്കുക. അപ്പൊ ഉദ്കുറു എന്നത് ഫിഅൽ അംറാണ്. ഫിഅൽ അംറാണ്. പിന്നെ നിങ്ങൾ സ്മരിക്കുക ഫിഅൽ അംർ, ഹാദറിന്റെ രൂപം അംർ ഹാദർ. അത് പറയുമ്പോൾ യദ്കുറൂന അല്ലെങ്കിൽ തദ്കുറൂന എന്നതിലുള്ള അവസാനത്തെ നൂനിനെ ഹദ്ഫ് ചെയ്തിട്ടാണ് അതുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഫിഅൽ അംർ മബ്നിയുൻ അലാ ഹദ്ഫിൻ നൂനി എന്ന് പറയുന്നത്. ഇവിടെ ടൈപ്പ് ചെയ്തതുപോലെ
തദ്കുറൂന, ഇതിന്റെ അവസാനത്തെ നൂന് നഷ്ടപ്പെടുന്നു. മുവാരിയിൽ നിന്നാണ് അമ്രുണ്ടാവുക. അപ്പൊ അതിന്റെ ഓരോ സ്ഥാനം, തദ്കുറു, തദ്കുറാനി, തദ്കുറൂന. ആ തദ്കുറൂനയിലുള്ള നൂനിനെ ഹദ്ഫ് ചെയ്തു എന്നിട്ടാണ് അതുണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഫിയൽ അംർ മബ്നിയൻ അലാ ഹർഫിൻ നൂനി എന്ന് പറയാനുള്ള കാരണം. അപ്പോ ഉദ്കുറു, നിങ്ങൾ സ്മരിക്കുക എന്നർത്ഥം, കൽപ്പനയാണ്. യാ ബനി ഇസ്രായീൽ, ഇസ്രായേൽ സന്തതികളെ ഉദ്കുറു, നിങ്ങൾ സ്മരിക്കുക. ഇവിടെ ഖിറാഅത്തില് യാ ബനി ഇസ്രായീല ദുക്കുറു എന്നാണ്. അപ്പൊ ഒരിക്കലും അത് അദ്കുറു എന്നല്ല, യാ ബനി ഇസ്രായീല ഉദ്കുറു എന്നാണ്. പക്ഷേ പാരായണ നിയമപ്രകാരം എങ്ങനെ ഓതണം? യാ ബനി ഇസ്രായീല ദുക്കുറു എന്നോദണം. നിഅമതി, നിഅമത്തുൻ, നിഅമത്തുൻ അനുഗ്രഹം, നിഅമത്തുൻ അനുഗ്രഹം. അപ്പോ നിഅമതി എന്റെ അനുഗ്രഹം, ഖലമുൻ പേന, ഖലമി എന്റെ പേന എന്ന് പറയുന്നത് പോലെ നിഅമത്തുൻ എന്റെ, നിഅമത്തുൻ അനുഗ്രഹം, നിഅമതി എന്റെ അനുഗ്രഹം എന്നർത്ഥം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിഅമത്തുൻ, നിഅമതി എന്തായിട്ടാണ് വരിക? നിഅമത്തുൻ എന്നതിന് ശേഷം വരുന്ന യാ എന്ത് ചെയ്യാണത്? എന്റേത് എന്ന് പറയാൻ ഉപയോഗിക്കുന്ന യാ നിഅമത്തിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെടുകയാണ്. അപ്പൊ യാ ഇവിടെ യഥാർത്ഥത്തിൽ മുളാഫ് ഇലൈഹിയുടെ സ്ഥാനത്താണ്. അപ്പോൾ അത് ഇവിടെയുള്ള യാ എന്താണ്? ഇവിടെ യാക്കൊരു പ്രത്യേകത, അൽ യാഉ ളമീറുൻ മബ്നിയുൻ അലൽ ഫത്ഹി എന്നാണ്. നിഅമതിയ എന്നാണത് വരുന്നത്. ജറിന്റെ സ്ഥാനത്ത് അത് മുളാഫ് ഇലൈഹി ആയതുകൊണ്ട് നിഅമതി. അവിടെ നിഅമത്ത് എന്തിനെയാണ് യാ ബനി ഇസ്രായീൽ ഉദ്കുറു, നിങ്ങൾ സ്മരിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള നിഅമത്ത്, നിഅമത്ത് എന്ന് പറയുന്നത് നിഅമതി, നിഅമതിയ മഫ്ഊല് ബിഹിയാണ്, മഫ്ഊല് ബിഹിയാണ്. നിങ്ങൾ എന്റെ അനുഗ്രഹത്തെ സ്മരിക്കുക എന്നാണ്. അപ്പോ എന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? അത് മഫ്ഊല് ബിഹിയാണ്. പിന്നെ അതിൽ അടങ്ങിയിട്ടുള്ള യാ, യാഉ ളമീർ നിഅമതിയ അല്ലതി,
അല്ലത്തി എന്നത് ഇസ്മ മൗസൂലാണ് അല്ലേ? മബ്നിയുൻ അല സുകൂൻ അല്ലത്തി. അപ്പോ നിങ്ങൾ സ്മരിക്കുക എൻ്റെ അനുഗ്രഹത്തെ. അല്ലത്തി അല്ലത്തി യാതൊന്ന് എങ്ങനെയുള്ളത് എന്നർത്ഥം. മൗസൂൽ മബ്നിയുൻ അല സുകൂൻ അല്ലേ? അപ്പൊ അത് നഅത്തിന്റെ സ്ഥാനത്താണ് ഇത് വരുന്നത്. നഅത്തിന്റെ ഇവിടെയുള്ള അല്ലത്തി നഅത്തായിട്ടാണ് വരുന്നത്. കാരണം നിഅമത്തിനെ വിശദീകരിക്കുകയാണ്, നിഅമത്തിന്റെ വിശേഷണം പറയാണ്. നിഅമത്തി അല്ലത്തി. അപ്പൊ അതുകൊണ്ട് ഇത് മൗസൂൽ മബ്നിയുൻ അല സുകൂൻ ഫി മഹല്ല് നസ്ബാണ്. കാരണം അത് നഅത്തായി വരുന്നത് കൊണ്ട് യാ ബനി ഇസ്രാഈൽ ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അൻഅമ എന്നതിൽ നിന്നുണ്ടാകുന്ന അൻഅമ എന്ന പേര്. അൻഅമ എന്ന പേര്. നഅമ യൻഉമു എന്ന അടിസ്ഥാന ഫിയലിൽ നിന്നുണ്ടാകുന്ന നഅമ യൻഉമു, അതിൽ നിന്നാണ് അതിന്റെ അടിസ്ഥാനം. അതിന്റെ അഫ്അല വസ്നാണ് അൻഅമ. അൻഅമ യുൻഇമു, ഇൻആമു അതിന്റെ മസ്ദറായി വരുന്നത്. നഅമ യൻഉമു അതാണ് നിഅമത്ത്. അതിന്റെ നഅമ യൻഉമുവിൽ നിന്നാണ് നിഅമത്ത് ഉണ്ടാകുന്നത്. അൻഅമ യുൻഇമു. അവിടെ അൻഅംതു എന്ന് പറയുമ്പോൾ ഞാൻ അനുഗ്രഹം ചെയ്തു. അൻഅമ അനുഗ്രഹം ചെയ്തു. അൻഅമ അൻഅമ അൻഅമു എന്ന് പറഞ്ഞു വരുമ്പോൾ അവസാനം അതിന്റെ മുത്തക്കല്ലിമിന്റെ രൂപം അൻഅംതു എന്നാണ്. അപ്പൊ അൻഅമ അൻഅംതു എന്ന് പറയുമ്പോൾ ഞാൻ അനുഗ്രഹം ചെയ്തു. ഫിഅല് മാദി മബ്നി അസ്സുകൂൻ അൻഅം എന്ന് വരുന്നത് കൊണ്ട് അൻഅം എന്ന് വരുന്നത് കൊണ്ട് അത് മബ്നിയുൻ അല സുകൂനാണ്. പിന്നെ അത്താ അതിലുള്ള താ ആണ്. അത്താഉ അൻഅംതു അത് ളമീറാണ് മബ്നിയുൻ അല ളം. ഫാഇലായി വരുന്നത് കൊണ്ട് എന്താണ് അത് റഫ്ഇന്റെ സ്ഥാനത്താണ്. ഫാഇലായതുകൊണ്ട് റഫ്ഇന്റെ സ്ഥാനത്താണ്. അപ്പോ അൻഅംതു അലൈക്കും, അലൈക്കും നിങ്ങളുടെ മേൽ. അലൈക്കും അല ഹർഫ് ജറാണ്. പിന്നെ കും എന്ന ളമീർ മബ്നിയുൻ അല സുകൂനി ഫി മഹല്ല് ജർ അല്ലേ? അതായത് ഇസ്മു മജ്റൂറായി വരുന്നത് കൊണ്ട് അല ഹർഫ് ജർ, കും എന്നത് ളമീർ സുകൂനി ഫി മഹല്ല് ജർ ഇസ്മു മജ്റൂർ. അലൈക്കും
السلام ورحمة الله. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم وأني فضلتكم. وأني വാവ് അത്ഫിന്റെ വാവ, അതായത് അൻഅംതു അലൈക്കും ഉദ്കുറു നിങ്ങൾ സ്മരിക്കുക, നിഅമതി എൻ്റെ അനുഗ്രഹം, അല്ലത്തി അൻഅംതു അലൈക്കും. വഅന്നി അതുപോലെ, അതായത് വദ്കുറു നിങ്ങൾ സ്മരിക്കുക, അതായത് ഞാൻ നിങ്ങളെ ഫദ്ദൽതുക്കും ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു എന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ വാവ് അത്ഫിന്റെ വാവായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അന്നി, അന്ന, അന്ന, അന്നീ എന്ന് പറയുന്നത് ഉള്ള അന്ന, അതെന്താണ്? ഹർഫ് തൗക്കീദ് അല്ലേ? ഹർഫ് നസ്ബ് വ തൗക്കീദ് വ മസ്ദർ അതാണ്. അപ്പോ അതിലേക്ക് യാ ചേർന്ന് വരിക, ളമീറാണ്. അതിലേക്ക് ചേർന്ന അന്നീ എന്ന യാ സുക്കൂനിൽ മബ്നിയായിട്ടുള്ള ളമീറാണ്. പക്ഷേ അത് ഏത് സ്ഥാനത്താണ് വരിക? അൽയാ അന്നീ. ഏത് സ്ഥാനത്താണ് വരിക? ഫീ മഹൽ എന്തായിരിക്കും അത്? ഇസ്മു ഇന്ന എപ്പോഴെന്താണ്? നസ്ബ്. ഫീ മഹല്ല് നസ്ബ്. ഇസ്മു അന്ന, ഇസ്മു അന്ന. അപ്പോ അന്നീ ഫദ്ദൽതുക്കും, അന്നീ ഫദ്ദൽതുക്കും. ഫദ്ദല ശ്രേഷ്ഠരാക്കി, ശ്രേഷ്ഠമാക്കി എന്നർത്ഥം. ഫദല യഫ്ളുലു, ഫദ്ദല എന്നത് അത് ഫദുല യഫ്ളുലു, ഫദുല യഫ്ളുലു ശ്രേഷ്ഠമായി എന്നതാണ്. ഫദുല യഫ്ളുലു. ഫദല യഫ്ളുലു പറയുന്നത് ബാക്കിയായി എന്ന അർത്ഥത്തിലാണ്. കൂടെ ഫദുല യഫ്ളുലു എന്ന വസനിൽ വരുന്ന ഫിഅലിന്റെ ഫഅല വസനിലാണ് ഫദ്ദല വരുന്നത്. ഫദ്ദല യുഫദ്ദിലു, تفضيل. فضل يفضل تفضيل. فضل يفضل فضل ശ്രേഷ്ഠത. ഫضل يفضل ശ്രേഷ്ഠമായി, فضل ശ്രേഷ്ഠത. فضل يفضل ശ്രേഷ്ഠമാക്കി, ശ്രേഷ്ഠമാക്കുന്നു. تفضيل ശ്രേഷ്ഠമാക്കൽ. അപ്പോൾ فضلتكم, فضل يفضل وفضلت, فضلت, فضلت എന്ന് പറയുമ്പോൾ فضلت ഇങ്ങനെ فضلتكم, അതായത് فضل فضلا فضلوا അങ്ങനെ തുടങ്ങിയിട്ട് فضلت فضلتا فضلنا فضلت فضلتما فضلتم فضلت فضلتما فضلتن فضلت فضلنا.
ഇവിടെ ഫദ്ദൽതു ഞാൻ ശ്രേഷ്ഠമാക്കി, കും നിങ്ങളെ. ഇവിടെ ഫദ്ദൽതു എന്ന് പറയുമ്പോൾ അത് ഫിഅൽ മാദി മബ്നിയുൻ അല സുകൂനി. ഫദ്ദൽ മബ്നിയുൻ അല സുകൂനി. പിന്നെ അതിൽ വരുന്ന തു ഫദ്ദൽതു എന്ന് പറയുമ്പോൾ ളമീർ മബ്നിയുൻ അല ളമ്മി അല്ലേ? فضلت ما في محل رفع. ഫായിലായിട്ടാണ് വരുന്നത്. ആ തു ഞാൻ ചെയ്തു, ഞാൻ ശ്രേഷ്ഠമാക്കി അല്ലേ? തു ഫദ്ദൽതു ഞാൻ ശ്രേഷ്ഠമാക്കി. അപ്പൊ തു എന്നത് ഫായിലിനെ, ഈ പ്രവൃത്തി ചെയ്ത ആളെ സൂചിപ്പിക്കുന്നു. ഞാൻ തു അത് ഫായിലാണ്. അതുകൊണ്ട് തന്നെ ഫായിൽ എപ്പോഴും എന്താണ്? മർഫൂ ആണ്. അതാണ് റഫ്ഇന്റെ സ്ഥാനത്ത് വരുന്നു എന്ന് പറയാനുള്ള കാരണം. ഫായിൽ എപ്പോഴും തു റഫ്ആയിട്ടല്ല, മർഫൂ ആയിട്ടല്ല. മഫ്ഊൽ മൻസൂബായിട്ടല്ല, നസ്ബ് ചെയ്യപ്പെടും, നസ്ബിന്റെ സ്ഥാനത്ത്. ഇവിടെ കും, ഇവിടെ പറയുന്ന കും ളമീർ എന്തായിരിക്കും? മബ്നിയുൻ അല സുകൂനി في محل نصب لا مفعول به. مفعول به ആയിട്ടാകും നിങ്ങളെ. ഫദ്ദൽതു ശ്രേഷ്ഠമാക്കി. ആര്? ഞാൻ. ഞാൻ ശ്രേഷ്ഠമാക്കി. ഫായില് ഞാൻ. ആരെ ശ്രേഷ്ഠമാക്കി? കും നിങ്ങളെ ശ്രേഷ്ഠമാക്കി. അപ്പൊ കും മഫ്ഊൽ ബിഹി. അതുകൊണ്ട് അത് മഫ്ഊൽ ബിഹി എപ്പോഴും മൻസൂബാണ്. അതുകൊണ്ട് അത് നസ്ബിന്റെ സ്ഥാനത്താന്ന് പറയാൻ കാരണം. പക്ഷെ നസ്ബിന്റെ അടയാളമായ ഫത്ഹൊന്നും കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്? കും എപ്പോഴും അത് മീമിൽ സുക്കൂനായിട്ടേ നിൽക്കുള്ളൂ. അതാണ് മബ്നിയുൻ അല സുക്കൂനി എന്ന് പറയുന്നത്. സുക്കൂനിൽ എപ്പോഴും അത് മബ്നിയാണ്, അതിന് മാറ്റം വരില്ല. അതിന്റെ ഇഅ്റാബിലും മാറ്റം വരില്ല. ഇങ്ങനെയായിരുന്നു. അത് മുഅറബല്ല. അപ്പോ വന്നി ഫദ്ദൽതുകും അലൽ ആലമീൻ അല ഹർഫ് ജർ. അൽ ആലമീൻ, ആലമുൻ എന്ന് പറഞ്ഞാൽ ലോകർ, ലോകം. ആലമുൻ ലോകത്തിലുള്ളത് എന്നൊക്കെ പറയാം. ആലമുൻ, ആലമുൻ അതിന്റെ ബഹുവചനമാണ് ആലമൂന. ആലമൂന അല്ലെങ്കിൽ അവാലിമുൻ എന്ന ബഹുവചനം ഉണ്ട്. അവാലിമുൻ എന്ന ബഹുവചനമുണ്ട്. ആലമുൻ ജംഉ ആലമൂന. സാധാരണ ഉപയോഗിക്കുന്നത്, ഖുർആനിലൊക്കെ ഉപയോഗിച്ചത് ആലമൂന എന്ന. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അതാണ് ആലമൂന. അപ്പോൾ ഇവിടെ അന്നി ഫദ്ദൽതുകും അലൽ ആലമീന. അപ്പോൾ ആലമൂന എന്നത് മഅരിഫയായി അലിഫ്ലാം കൊടുത്തുകൊണ്ട് ആലമൂന എന്നായി മാറി. അൽ ആലമൂന. അല അതിന്റെ മുമ്പിൽ വന്നതുകൊണ്ട് ആലമൂന ജറ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അൽ ആലമീന എന്നായി മാറും. അലൽ ആലമീന എന്നായി മാറും. അപ്പോൾ ആലമീന എന്ന് പറയുന്നത് ഇസ്മു മജ്റൂറാണ്. ഇസ്മു മജ്റൂറാണ്. ആലമീന എന്ന് പറയുമ്പോൾ അത് ഇസ്മു മജ്റൂറാണ്. വത്തഖൂ, അപ്പോൾ അതിന്റെ അർത്ഥം എന്തായി? യാ ബനി ഇസ്രാഈല. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
യാ ബനി ഇസ്രാഈല, ഇസ്രായേൽ സന്തതികളെ, ഉദ്കുറു നിങ്ങൾ സ്മരിക്കുക, നിഅമതി എൻ്റെ അനുഗ്രഹം, അല്ലത്തി അൻഅംതു അലൈക്കും ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നിട്ടുള്ളതായ ആ അനുഗ്രഹത്തെ നിങ്ങൾ അനുസ്മരിക്കുക. വ അന്നീ ഫദ്ദൽതുകും അലൽ ആലമീൻ, വ അന്നീ ഫദ്ദൽതുകും ഞാൻ നിങ്ങളെ ശ്രേഷ്ഠമാക്കിയിരിക്കുന്നു, അലൽ ആലമീൻ ലോകരേക്കാൾ. വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ശൈഅ, വത്തഖൂ നിങ്ങൾ സൂക്ഷിക്കുക, വത്തഖൂ നിങ്ങൾ സൂക്ഷിക്കുക. ഇവിടെ വത്തഖൂ തഖാ യത്തഖീ തഖാ യത്തഖീ ഇത്തഖാ യത്തഖീ എന്നാണ്. തുഖാത്ത് അല്ലെങ്കിൽ ഇത്തിഖാ എന്നൊക്കെയാണ് അതിന്റെ മസ്ദറായിട്ട് വരിക. ആ ഫിഅല് ഉണ്ടാകുന്നത് വഖാ യഖീ എന്നതിൽ നിന്നാണ്. അതാണ് അതിന്റെ അടിസ്ഥാന ഫിഅല്. വഖാ യഖീ, വഖാ യഖീ. അതിന്റെ ഇഫ്തഅല വസ്നാണ്. ശ്രദ്ധിക്കുക, ഇങ്ങനെ വരിക, ഇവ് ത ഖ, ഇങ്ങനെ വരിക അല്ലേ. ഇഫ്തഅല വസ്ന് പറയുമ്പോൾ ആദ്യം അലിഫ്, പിന്നീട് ഫിഅലിന്റെ ആദ്യത്തെ അക്ഷരം അതായത് ഫ, അതായത് ഇവിടെ വാ കൊടുക്കുക, പിന്നെ ഇഫ്തഅല താ കൊടുക്കുക, പിന്നെ ഐനിന്റെ സ്ഥാനത്ത് ഇവിടെ ഖാഫാണ്, ഖാഫ് കൊടുക്കുക, പിന്നെ അവസാനത്തെ അൽഫ് മഖ്സൂറ കൊടുക്കുക. അപ്പോൾ വഖാ യഖീ, അതിൽ നിന്നുണ്ടാകുന്ന ഇഫ്തഅല വസ്നിൽ വരുന്നത് ഇവ്തഖ, അങ്ങനെയാണ് വരിക. പക്ഷേ വാവ് അല്ലെങ്കിൽ യാ ഇഫ്തഅല വസ്നില് ഫാന്റെ സ്ഥാനത്ത്, ഫഅലന്റെ ഫാന്റെ സ്ഥാനത്ത് വാവോ യാവോ ആണ് വരുന്നതെങ്കിൽ അതിനെ ത ആക്കി മാറ്റണം എന്നതാണ് നിയമം. ത ആക്കി മാറ്റണം. അപ്പോൾ ഇബ്തഖ എന്നത് ഇങ്ങനെ ഇത്തഖ എന്ന് രണ്ട് ത ഒരുമിച്ച് വന്നപ്പോൾ അത് ഇദ്ഗാം ചെയ്യപ്പെടുന്നു. تدغم التاءان لسكون الأول لسكون الأولى എന്നാണ് അതിന്റെ ഖായിദ. അപ്പോൾ രണ്ടും ഒരുമിച്ച് വന്നാൽ ഇത്തഖ, അപ്പോൾ ആദ്യത്തേത് സുക്കൂനായി മാറും. അപ്പോൾ രണ്ടാമത്തേത് അതിലേക്ക് ഇദ്ഗാം ചെയ്തുകൊണ്ട് ഇത്തഖ എന്നായി മാറും. അവന് ഇത്തഖ യത്തഖീ. മനസ്സിലായിട്ടില്ല എങ്ങനെയാണത് ഇത്തഖ ആവുന്നത്? ഇത്തഖ വഖ എന്നാണ് അതിന്റെ അടിസ്ഥാന. അപ്പോൾ ഇത്തഖ യത്തഖീ. അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന അംർ ഹാദിറിന്റെ രൂപമാണ് ഇത്തഖി. ഇത്തഖി എന്നാണ് ഒരാൾക്ക് ഇത്തഖി ദഅവത്തൽ മദ്ലൂമി അല്ലേ, ഇത്തഖി നീ സൂക്ഷിക്കുക, ഇത്തഖി. അത് ജംആയി വരുമ്പോൾ ഇത്തഖൂ നിങ്ങൾ സൂക്ഷിക്കുക എന്നാണ്. ഇത്തഖൂ നിങ്ങൾ സൂക്ഷിക്കുക. വാവ്
വത്തഖൂ യൗമൻ, വാവ് നേരത്തെ പറഞ്ഞതിലേക്ക് അത്ഫായിട്ടാണ്. യാ ബനി ഇസ്രാഈൽ ഉസ്കുറൂ, ഇസ്രായേൽ സന്തതികളെ നിങ്ങൾ സ്മരിക്കുക, വത്തഖൂ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. അത് മഅ്തുഫാണ്, വാവ് അത്ഫിന്റെ വാവാണ്. വത്തഖൂ നിങ്ങൾ സൂക്ഷ്മത പുലർത്തുക. അപ്പോൾ ആ വാവ് ഹർഫ് അത്ഫാണ്. തഖൂ എന്ന് പറയുന്നത് ഫിഅൽ അംറാണ്, മബ്നിയൻ അലാ ഹദ്ഫിൻ നൂൻ അല്ലേ? തഖൂ ഫിഅൽ അംർ മബ്നിയൻ അലാ ഹദ്ഫിൻ നൂൻ. പിന്നെ അതിലടങ്ങിയ ഫാഇല് തഖൂ നിങ്ങൾ സൂക്ഷിക്കുക എന്നായതുകൊണ്ട് അതിലടങ്ങിയ ഫാഇല് വാവുൽ ജമാഅത്ത്. ആ വാവുൽ ജമാഅത്ത് തഖൂ എന്ന് പറയുമ്പോണ്ടാണ് വാവ്. ആ വാവ് സുക്കൂനിൽ മബ്നിയായ വമീറാണ്, അത് റഫ്ഇന്റെ സ്ഥാനത്താണ് ഫാഇലായതുകൊണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. തഖൂ വത്തഖൂ യൗമൻ ഒരു ദിവസത്തെ, യൗമൻ ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക. യൗമൻ ഒരു ദിവസത്തെ നിങ്ങൾ. അപ്പൊ യൗമുൻ എന്നത് മഫ്ഊൽ ബിഹിയാണ് അല്ലെ? യൗമൻ നിങ്ങൾ ഒരു ദിവസത്തെ സൂക്ഷിക്കുക. മഫ്ഊൽ മൻസൂബ്, യൗമൻ മഫ്ഊൽ ബിഹി മൻസൂബ്. വത്തഖൂ യൗമൻ لا تجزي، لا تجزي جزاء يجزي جزاء، جزاء يجزي ജസാ എന്ന് പറഞ്ഞാൽ ഉപകരിച്ചു, യജ്സി ഉപകരിക്കുന്നു, ജസാഉൻ ഉപകാരം, ജസാ ഉപകാരം, അതാണ് അതിന്റെ മസ്ദർ. ജസാ യജ്സി. അപ്പോ ഇവിടെ അത് തഅനീസിന്റെ രൂപത്തിൽ, സ്ത്രീലിംഗ രൂപത്തിലാണ് വന്നത്. തജ്സി, തജ്സി, ലാ തജ്സി ഉപകരിക്കുകയില്ല എന്നർത്ഥം. ലാ ഇവിടെ ഹർഫ് നഫിയ, ലാ നഫിയുടെ ലായ. തജ്സി എന്ന് പറയുന്നത് ഫിഅൽ മുളാരി ആണ്, മർഫൂആണ്. തജ്സി ഫിഅൽ മുളാരി. തജ്സി അത് തഅനീസിന്റെ സ്ത്രീലിംഗ രൂപത്തിലാണ് വരുന്നത്. നഫ്സ് അതിലടങ്ങിയ ഫാഇൽ ആരാണ് ഉപകരിക്കുകയില്ല എന്ന് പറയുന്നത്? നഫ്സാണ്. നഫ്സ് ഉപകരിക്കുകയില്ല, ദേഹം ഉപകരിക്കുകയില്ല. നഫ്സുൻ ഒരു ദേഹം ഉപകരിക്കുകയില്ല. നഫ്സ് മുഅന്നസാണ്, നഫ്സ് മുഅന്നസാണ്, സ്ത്രീലിംഗമാണ്. അതുകൊണ്ടാണ് തജ്സി എന്ന് പറയാനുള്ളത്. ലാ തജ്സി നഫ്സുൻ, നഫ്സുൻ, ലാ തജ്സി നഫ്സുൻ. നഫ്സുടെ ഫാഇല് മർഫൂആണ്. അപ്പോ തജ്സി ഫിഅൽ മുളാരി, ഫിഅൽ മുളാരിയാണ്, മർഫൂആയിട്ടുള്ള ഫിഅൽ മുളാരിയാണ്. നഫ്സുൻ ഫാഇല് മർഫൂആണ്. യൗമൻ ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക. ലാ തജ്സി നഫ്സുൻ ഒരു ദേഹവും ഉപകരിക്കുകയില്ല. അപ്പോ അങ്ങനത്തെ ഒരു ദിവസം എന്നുള്ളതാണ്. അപ്പൊ ആ നഫ്സ് യൗമ് ദിവസം എന്നുള്ളതിന്റെ
ഒരു നഅത്ത് കൂടിയാണ്. അപ്പൊ ജുംല മൊത്തമായി എടുക്കുമ്പോൾ നഅത്ത് ആയി വരുന്നത് മൻസൂബായിരിക്കുമല്ലോ. അപ്പൊ ജുംല വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ എന്ന് പറയുമ്പോൾ മൊത്തമായിട്ടും എടുക്കുമ്പോൾ ആ ജുംല നസ്ബിന്റെ സ്ഥാനത്താണ് എന്ന് പറയാൻ സാധിക്കും. അൻ നഫ്സിൻ, അൻ ഹർഫ് ജർ, അൻ നഫ്സിൻ ഇസ്മ മജ്റൂറാണ്, ഇസ്മ മജ്റൂറാണ്. അൻ നഫ്സിൻ ഒരു ദേഹവും ഒരു ദേഹത്തിനും, നഫ്സുൻ അൻ നഫ്സിൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഒരു ദേഹവും മറ്റൊരു ദേഹത്തിനും എന്നർത്ഥം, ഉപകരിക്കുകയില്ല. പിന്നെ ഷൈഅൻ, ഷൈഅൻ ലാ തജ്സി അവിടെ ഫിയല് വന്നു, ഫിയല് മുദാരി അല്ലേ, അതിന്റെ ഫാഇല് നഫ്സാണ്, ലാ തജ്സി നഫ്സുൻ. അപ്പൊ അതിന്റെ മഫ്ഊൽ ബിഹി ആയിട്ടാണ് ഇവിടെ ഷൈഅൻ എന്നത് വരുന്നത്. ഷൈഅൻ ഒട്ടും എന്നർത്ഥം, യാതൊന്നും. واتقوا يوما لا تجزي نفس عن نفس، اتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها عدل. ولا يقبل വാവ് വീണ്ടും അത്ഫിന്റെ വാവാണ്. ലാ യുഖ്ബലു, യുഖ്ബലു സ്വീകരിക്കപ്പെടുകയില്ല എന്നർത്ഥം. قبل يقبل، قبل يقبل قبل يقبل അതിന്റെ മജ്ഹൂൽ രൂപമാണ് യുഖ്ബലു. ഖബില യഖ്ബലു സ്വീകരിച്ചു. വലാ യുഖ്ബലു വാവ് അത്ഫിന്റെ വാവാണെന്ന് പറഞ്ഞു. ലാ ഹർഫ് നഫിയാണ്. യുഖ്ബലു സ്വീകരിക്കപ്പെടുന്നു. യുഖ്ബലു ഖബില യഖ്ബലു എന്ന് പറയുമ്പോൾ സ്വീകരിച്ചു. യുഖ്ബലു യുഖ്ബലു സ്വീകരിക്കുന്നു, യുഖ്ബലു സ്വീകരിക്കപ്പെടുന്നു എന്നർത്ഥം. മജ്ഹൂലിന്റെ രൂപം യുഖ്ബലു. അപ്പോ ലാ ഹർഫ് നഫിയാണ്. അപ്പൊ യുഖ്ബലു ഫിഅൽ മുളാരി മബ്നിയുൻ ലിൽ മജ്ഹൂൽ, മജ്ഹൂലിൽ ആയി വരുന്ന ഫിഅൽ മുളാരിയാണ്. ഫലാ യുഖ്ബലു സ്വീകരിക്കപ്പെടുകയില്ല. എന്താണ് ഈ പിന്നെ മജ്ഹൂലിന്റെ പ്രത്യേകത? എന്താണ്? ഫാഇലിനെ പറയില്ല. ഫാഇല് ആണ് മജ്ഹൂലാകുന്നത്. മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അറിയപ്പെടാത്തത്, അറിയപ്പെടാത്തത്. അപ്പോൾ ഫാഇൽ അറിയപ്പെടാത്തതിനെയാണ് എന്ത് പറയാ, ഇങ്ങനെ മജ്ഹൂല് എന്ന് പറയുന്നത്. ഇവിടെ യുഖ്ബലു യഖ്ബലു എന്ന് പറയുമ്പോൾ അവൻ സ്വീകരിക്കുന്നു എന്നർത്ഥം. യുഖ്ബലു എന്ന് പറയുമ്പോൾ സ്വീകരിക്കപ്പെടുന്നു. അവിടെ ഫാഇല് ഉണ്ടാവുന്നില്ല, നായിബ് ഫാഇൽ മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ വലാ യുഖ്ബലു മിൻഹ, മിൻഹ മിൻ എന്ന് പറയുമ്പോൾ ഹർഫ്
ജറാണ്. പിന്നെ ഹാ എന്നത് ളമീർ മബ്നിയുൻ അല സുക്കൂനി ഫീ മഹല്ല് ജർ ഇസ്മ മജ്റൂർ. മിൻഹാ അതിൽ നിന്ന്. അദ്ലുൻ യുഖ്ബലു മിൻഹാ അദ്ലുൻ. അപ്പോൾ ഇവിടെ എന്താണ്? വലാ യുഖ്ബലു മിൻഹാ അദ്ലുൻ. അതിൽ നിന്ന് ഒരാളിൽ നിന്നും സ്വീകരിക്കപ്പെടുകയുമില്ല. എന്ത് സ്വീകരിക്കപ്പെടുകയുമില്ല? അദ്ലുൻ. അദ്ല് സ്വീകരിക്കപ്പെടുകയില്ല. അതായത് ഇവിടെ പ്രായശ്ചിത്തം എന്ന അർത്ഥത്തിലാണ്. അദ്ലുൻ, അദ്ല് സ്വീകരിക്കപ്പെടുകയില്ല, പ്രായശ്ചിത്തം സ്വീകരിക്കപ്പെടുകയില്ല. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഫിയല് മുളാരി മജ്ഹൂലായി വരുന്ന ഇതിൽ നിന്നുണ്ടാകുന്ന നായിബ് ഫായിലാണ് എന്ത്? അദ്ല്. അതിലാണ് സ്വീകരിക്കപ്പെടാത്തത്. ولا يقبل منها عدل ولا تنفعها شفاعة ولا تنفعها شفاعة. വീണ്ടും വാവ് അത്ഫാണ്. പിന്നെ ലാ എന്നത് വലാ ഹർഫ് നഫിയാണ്. തൻഫഉഹ നഫഅ യൻഫഉ نفع ينفع تنفع تنفع تنفعها ولا تنفع نفع ينفع فعل مضارع لا تنفع അതായത് ينفع ينفعان ينفعون تنفع تنفعان ينفعن. تنفع تنفعان تنفعها എന്ന് പറയുമ്പോൾ എന്താണ്? ഫിയൽ മുദാരിയാണ്. ഫിയൽ മുദാരി മർഫൂആണ്. ഹാ എന്നത് ളമീർ മബ്നി അല സുക്കൂൻ ഫീ മഹല്ല് നസ്ബ്. تنفعها شفاعة 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 ശുപാർശ. ولا تنفع. അപ്പോൾ അവിടെ تنفع എന്ന് തഅനീസിന്റെ രൂപത്തിൽ വരാനുള്ള കാരണം, സ്ത്രീലിംഗത്തിന്റെ രൂപത്തിൽ വരാനുള്ള കാരണം ഷഫാഅത്ത് ആയതുകൊണ്ടാണ്. എന്താണ് ഉപകാരപ്പെടാത്തത്? ഷഫാഅത്ത്. ഷഫാഅത്ത് മുഅന്നസ് ആയതുകൊണ്ട് അത് തൻഫഉ എന്ന് പറയുന്നു. വലാ തൻഫഉഹാ ഷഫാഅത്ത്. ഇവിടെ ഹാ എന്നത് വലാ തൻഫഉഹാ അതിന് അഥവാ ഒരാൾക്കും, ഇവിടെ നഫ്സിന്റെ ഉദ്ദേശത്തിലാണ് ഹാ എന്ന് വരുന്നത്. നഫ്സ് മുഅന്നസ് ആയതുകൊണ്ട് ഹാ തൻഫഉഹാ ഒരു നഫ്സിനും ഉപകാരപ്പെടുകയില്ല എന്നർത്ഥം. ഷഫാഅത്തുൻ ഷഫാഅത്ത്. അപ്പൊ ഷഫാഅത്താണ് ഇവിടെ ഫാഇലായി വരുന്നത്. തൻഫഉ എന്നതിലെ തൻഫഉ എന്നതിലെ ഫാഇലായിട്ടാണ് ഷഫാഅത്ത് വരുന്നത്. അപ്പൊ ഷഫാഅത്ത് ഫാഇൽ മർഫൂആണ്. വലാഹും യുൻസറൂൻ. വലാഹും യുൻസറൂൻ. അവസാനമായിട്ട് വാവ് വീണ്ടും ഹർഫാണ്. ലാ ഹും യുൻസറൂൻ. വലാ ഹും യുൻസറൂൻ എന്നാണ്. ലാമ് വലാ എന്ന് പറയുന്നത് വീണ്ടും ഹർഫ് നഫിയാണ്.
വലാ യുൻസറൂൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനോടൊക്കെ ഹും എന്നത് ഹും അവർ, ഇവിടെ ഹും ضمير مبني على السكون محل رفع هذا مبتدأ ആയിട്ടാണ്. مبتدأ അപ്പോൾ ഹും യുൻസറൂൻ 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 അവർ സഹായിക്കപ്പെടുന്നു എന്ന ഫിഅൽ മുദാരി مبني للمجهول ينصرون ينصر ينصران ينصرون അതുപോലെ അതിന്റെ നേരെ മജ്ഹൂലാണ് യുൻസറു യുൻസറാനി യുൻസറൂന സഹായിക്കപ്പെടുന്നു സഹായിക്കപ്പെടുന്നു. വലാ ഇവിടെ ലാ വന്നതുകൊണ്ട് സഹായിക്കപ്പെടുകയുമില്ല എന്നാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അടുത്ത ആയത്തും തുടങ്ങിയിട്ടുള്ള കാര്യം. ഏതായിരുന്നാലും ആയത്തുകൾ ഒന്നുകൂടി കേൾക്കാം. أعوذ بالله من الشيطان الرجيم يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها عدل ولا تنفعها شفاعة ولا هم ينصرون. ഇസ്രായേൽ സന്തതികളെ, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള എന്റെ അനുഗ്രഹം നിങ്ങൾ ഓർക്കുവിൻ. ഞാൻ നിങ്ങളെ മറ്റുള്ള ലോകരേക്കാൾ ശ്രേഷ്ഠരാക്കിയതും ഓർക്കുവിൻ. ഒരു വമ്പിച്ച ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുവിൻ. അന്ന് ഒരു ദേഹവും ഒരു ദേഹത്തിനും അഥവാ ഒരാൾക്കും ഒട്ടും ഉപകരിക്കുന്നതല്ല. അതിൽ അഥവാ ഒരാളിൽ നിന്നും ഒരു പ്രായശ്ചിത്തവും സ്വീകരിക്കപ്പെടുകയുമില്ല. അതിന് അഥവാ ഒരാൾക്കും ഒരു ശുപാർശയും പ്രയോജനം ചെയ്യുകയുമില്ല. അവർ സഹായിക്കപ്പെടുകയുമില്ല. അങ്ങനെയുള്ള ഒരു ദിവസം. ഇത്തരത്തിലുള്ള ഒരു ദിവസം വരാനിരിക്കുന്നുണ്ട്. ആ വരാനിരിക്കുന്ന ദിവസത്തെ ഭയപ്പെടുക, അതിനുവേണ്ടി നാം മുന്നൊരുക്കങ്ങൾ നടത്തുക. അതിൽ നമുക്ക് ആ ദിവസം നഷ്ടപ്പെടാതിരിക്കുവാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ആ നിലക്ക് നാം ഒരുക്കി വെക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ആ ദിവസത്തിലേക്ക് മുന്നൊരുക്കം നടത്തുന്ന യഥാർത്ഥത്തിൽ അവനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.